ചാരപ്രവൃത്തി കേസിൽ NIA അന്വേഷണം കൂടുതൽ മലയാളികളിലേക്കും. പാകിസ്ഥാന് തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തിയതായി സംശയം. നാവിക താവളത്തിന്റെ ചിത്രങ്ങളും നാവിക നീക്കങ്ങളും കൈമാറിയതായി സൂചന. കൊച്ചി, വിശാഖപട്ടണം കപ്പൽശാലകളിലെ വിവരങ്ങളും ചോർത്തിയെന്നും സംശയമുണ്ട്. കൊച്ചി സ്വദേശിയായ PA അഭിലാഷിനടക്കം 3 പേരെ NIA പിടികൂടിയിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, രാജ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് കൈമാറി എന്നാണ് സൂചന. ഒപ്പം തന്നെ ചാരപ്രവൃത്തി ഇതുമായി ബന്ധപ്പെട്ട് 3 പേരെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്ത് അടക്കം ഉള്ള നടപടിക്രമങ്ങൾ ഇന്ന് നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ മലയാളി അഭിലാഷ് അടക്കം, കടമക്കുടി സ്വദേശി അഭിലാഷ് അടക്കമാണ് 3 പേർ പിടിയിലായിട്ടുള്ളത്. ഇവർക്കെതിരെ നേരത്തെയും ചില ആരോപണങ്ങൾ, ചില സൂചനകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിശാഖപട്ടണം ചാരപ്രവൃത്തി കേസുമായി ബന്ധപ്പെട്ടും കൊച്ചി കപ്പൽശാലയിൽ നിന്ന് ചില വിവരങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ടതെല്ലാം അന്വേഷണം നേരിടുകയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കാർവാറിലെ നാവിക താവളത്തിന്റെ നിർണായകമായ പല വിവരങ്ങളും, ചിത്രങ്ങൾ ഉൾപ്പെടെ തന്ത്രപ്രധാന വിവരങ്ങൾ അടക്കം പാക് ചാരസംഘടനയായ ISIക്ക് ചോർത്തി നൽകി എന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ലഭിച്ച പ്രധാനപ്പെട്ട തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഈ 3 പ്രതികളെയും അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ കൂടുതൽ പ്രതികൾ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട്, മലയാളികൾ അടക്കമുള്ള ആളുകൾ ഉണ്ട് എന്നൊരു സൂചനയുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസി. ഹൈദരാബാദ് NIA യൂണിറ്റാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കാർവാറിലെ കപ്പൽശാലയിൽ പ്രധാനമായും നാവിക താവളത്തിൽ നിന്നുണ്ടായിരുന്ന ഫോട്ടോകൾ കൈമാറിയിട്ടുണ്ട്. ഇതെല്ലാം ഹണി ട്രാപ്പിലൂടെയാണ് ISI ഈ വിവരങ്ങൾ ഇവരിൽ നിന്ന് ചോർത്തിയത് എന്നതാണ് NIAക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഹണി ട്രാപ്പിലൂടെ നിരവധി ഘട്ടങ്ങളിലായി പല നിർണായക വിവരങ്ങളും പാക് ചാര സംഘടന ചോർത്തി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണമാണ് നടക്കുന്നത്. മാത്രമല്ല, മലയാളി ഉൾപ്പെട്ട സംഘം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ കൊച്ചി കപ്പൽശാലയിലെ പ്രധാനപ്പെട്ട വിവരങ്ങളും കൊച്ചി നാവിക താവളവുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങളും എല്ലാം പുറത്തു പോകാനോ ഏതെങ്കിലും തരത്തിൽ ചോർത്താനോ എല്ലാമുള്ള സാധ്യതകൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചെല്ലാം വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി കടന്നിരിക്കുകയും ചെയ്യുകയാണ്. നേരത്തെ തന്നെ അഭിലാഷിനെ മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ട് NIA ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കാർവാറിലെ കേസുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുന്നതും അതിനുശേഷം കൂടുതൽ തെളിവുകൾ ലഭിച്ചതോടുകൂടി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ 3 പേരെയും ഹൈദരാബാദ് യൂണിറ്റ് ഹൈദരാബാദിലെത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് തന്നെയാണ് കടക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കൂടുതൽ ആളുകളുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചും ഏതെല്ലാം വിവരങ്ങളാണ് ഇത്തരത്തിൽ ചോർത്തി നൽകിയത് എന്നത് സംബന്ധിച്ചെല്ലാമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ അത് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിക്കുകയുള്ളൂ. ലഭിച്ചിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഇവർക്ക് പണം ലഭിച്ചിരുന്നു ഈ ചാരപ്രവർത്തിക്ക് എന്നൊരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5 മാസത്തോളം ഒരു നിശ്ചിത തുക ഇവരിൽ പലരും പാക് ചാരസംഘടനയായ ISIയിൽ നിന്ന് കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പണം കൈപ്പറ്റിയാണ് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സുരക്ഷാ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചോർത്തി നൽകിയിരിക്കുന്നത് എന്നും വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവകരമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതിൽ അഭിലാഷ് അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തത്. അഭിലാഷിനെ കൊച്ചിയിലെ വീട്ടിൽ നിന്ന് തന്നെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതിനുശേഷം ആണ് മറ്റ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുന്നത്. ജിജീഷ്, ഈ 3 പേരടങ്ങുന്ന മലയാളി സംഘം മാത്രമാണോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ കൂടുതൽ മലയാളികൾ ഉണ്ടെന്ന് NIA സംശയിക്കുന്നുണ്ടോ? ദേവിക, അത്തരത്തിലുള്ള സംശയത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ അഭിലാഷിനൊപ്പം തന്നെ മറ്റു ചില ആളുകളും ഇത്തരത്തിലുള്ള ഒരു ചാരപ്രവൃത്തിയുടെ ഭാഗമായി മാറാനുള്ള സാധ്യത ദേശീയ അന്വേഷണ ഏജൻസി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നു. പ്രത്യേകിച്ച് ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലുള്ള ഒപ്പമുണ്ടായിരുന്ന മലയാളികൾ, അവരെ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷിക്കുന്നു. വിശദമായ അന്വേഷണ ചോദ്യം ചെയ്യുന്നതോട് മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരിക. നേരത്തെ വിശാഖപട്ടണം കേസുമായി ബന്ധപ്പെട്ട് NIA അഭിലാഷിനെ നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അതിൽ തനിക്ക് പങ്കില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവര ചോർച്ചകളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം പിന്നീട് കാർവാറിലെ വിവരങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ലഭിച്ചപ്പോൾ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴും അന്വേഷണം അഭിലാഷിനെ കൂടി കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. സ്വാഭാവികമായും മറ്റു ചില ആളുകളുടെ പങ്കാളിത്തം, രാജ്യവിരുദ്ധ ശക്തികൾ അഭിലാഷിനെ ഉപയോഗപ്പെടുത്തിയിരിക്കാനുള്ള ഒരു സാധ്യത എല്ലാം തന്നെ ദേശീയ അന്വേഷണ ഏജൻസികൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇത്തരത്തിൽ രാജ്യവിരുദ്ധ താല്പര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ചില സംഘടനകളെ കൂടി കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. അത്തരത്തിലുള്ള
മലയാളികൾ ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് തന്നെയാണ് വിശദമായി തന്നെയുള്ള അന്വേഷണം നടക്കുന്നത്. അത്തരത്തിൽ ഈ ചോദ്യം ചെയ്യൽ ലഭിക്കുന്നതോടുകൂടി തന്നെ അഭിലാഷിനെയും ഇപ്പോൾ പിടിയിലായിട്ടുള്ള മറ്റ് അക്ഷയ് അടക്കമുള്ള 3 പേരെയും വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഇവരുടെ കൂട്ടാളികളായ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രധാനമായും ലഭിക്കുക. എന്നാൽ നിർണായകവും ഏറ്റവും തന്ത്രപ്രധാനമായ വിവരങ്ങൾ തന്നെ പാക് ചാരസംഘടന ISIക്ക് ലഭിച്ചു എന്ന് കരുതുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് എന്തെല്ലാമാണ് ആ വിവരങ്ങൾ എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇവർക്ക് പ്രതിഫലം ലഭിച്ചു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. 5 മാസത്തോളം പ്രതിഫലം കൈപ്പറ്റിയിരുന്നു. മാത്രമല്ല ഹണി ട്രാപ്പിലൂടെയാണ് ഇതിന്റെ ഭാഗമാക്കി ഇവരെ കൊണ്ടുവരുന്നത് എന്നൊരു വിവരവും ഇവർ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ ഹണി ട്രാപ്പിലൂടെ ആ യുവതി നൽകുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന വിവരങ്ങൾ കൃത്യമായി തന്നെ ഇവർ കൈമാറുകയായിരുന്നു പല ഘട്ടങ്ങളിലായി എന്നുകൂടി അന്വേഷണ സംഘത്തിൽ വ്യക്തമായിട്ടുണ്ട്. ശരി ജിജീഷ്. ശരി, ജിജീഷ്.